Student, Assalamu alaikum. Let us continue our chapter comparing quantities. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫൈൻഡിങ് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്. അത് ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഷോറൂം പ്രൈസ്. നമ്മൾ ഷോറൂം നേരിട്ട് വാങ്ങുമ്പോൾ കടക്കാരൻ ഷോറൂം നേരിട്ട് വാങ്ങുമ്പോഴുള്ള പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്ന് പറയും. പിന്നെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന പ്രൈസ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ്, ലോസ് അറിയാലോ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 123. പേജ് നമ്പർ 123 നോക്കൂ. പേജ് നമ്പർ 123 a shopkeeper purchase example 6. Example 6. Example 6. A shopkeeper purchased 200 bulbs for 100 rupee each. 100 rupee each. 200 bulbs. However, 5 bulbs were fused and had to be thrown away. The remaining were sold at 12 rupee each. 12 rupee each. Find the gain or loss percentage. അപ്പോൾ എന്താ, ഷോപ്പ് കീപ്പർ പർച്ചേസ് 200 ബൾബ് അല്ലേ. 200 ബൾബ്സ് പർച്ചേസ് ചെയ്തു. അതിൽ ഓരോന്നിനും 100 റുപ്പി വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ 5 ബൾബ് 5 ബൾബ്സ് ഫ്യൂസ് ആയിപ്പോയി, മാറ്റി അത് ഉപേക്ഷിച്ചു. ദ റിമൈനിങ് വേർ സോൾഡ് അറ്റ് 12 റുപ്പി ഈച്ച്. ബാക്കി വരുന്നത് എന്ത് ചെയ്തു? ഓരോന്നിനും 12 റുപ്പി വെച്ചിട്ട് വിറ്റു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ് നഷ്ടമാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജും കാണും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 200 ബൾബ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? ഓരോന്നിനും 100 വെച്ചിട്ട് 200 ഓരോന്നിനും 10 റുപ്പി വെച്ചിട്ട് 200 × 10 that is equal to 2000 റുപ്പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ എന്ത് സംഭവിച്ചു? 200 എന്നുള്ളതിന് 5 ബൾബ് ഫ്യൂസായി പോയി. അപ്പോൾ ബാക്കി എത്ര വരും? 200 - 5 that is equal to 195. അപ്പോൾ ഇതിൽ ഓരോന്നിനും 12 റുപ്പി വെച്ചിട്ട്, ഓരോന്നിനും 12 റുപ്പി വെച്ചിട്ട് ഇവിടുത്തെ പ്രൈസ് എത്ര വരും? അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്ര വരും? സോറി, ഇവിടെ എന്നിട്ട് വിറ്റു അല്ലേ. 195 ബൾബ്സ് ഉണ്ട്. അത് ഓരോന്നിനും 12 റുപ്പി വെച്ചിട്ടാണ് പിന്നെ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ SP സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? ഇത് CP ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 195 × 12 ശരിയല്ലേ. 195 × 12 2340 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് 195 ബൾബ്സിന് സെല്ലിംഗ് പ്രൈസ് 2340. 10 റുപ്പി വെച്ചിട്ട് കോസ്റ്റ് പ്രൈസ് വരുന്നത് 2000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ SP പ്രോഫിറ്റ് ആണല്ലേ. നോക്കിക്കോളൂ, SP ഗ്രേറ്റർ ദാൻ CP. SP ഗ്രേറ്റർ ദാൻ CP. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? SP - CP. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? SP - CP. അപ്പോൾ ഇവിടെ SP is equal to 2340 - CP എന്ന് പറയുന്നത് 2000. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലേ. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് 340 ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കണ്ടാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ബൈ CP × 100. പ്രോഫിറ്റ് ബൈ CP × 100 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ 340 ഡിവൈഡഡ് ബൈ CP 2000 × 100 ചെയ്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, profit percentage
Yes, 17%. 17%. Okay, clear? The next question, okay, example 7. Meenu bought 2 fans for 1200. 1200. ₹1,200. 2 fans. She sold one at loss of 5%. അതിൽ ഒന്ന് എന്ത് ചെയ്തു 5% ലോസിനാണ് വിറ്റത്. ഓക്കെ, മറ്റേതോ രണ്ടാമത്തത് 10% പ്രോഫിറ്റിന്. പ്രോഫിറ്റിനാണ് വിറ്റത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച്. ഓരോന്നിനും സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. അതായത് 5% നഷ്ടത്തിൽ വിറ്റ സെല്ലിംഗ് പ്രൈസും കാണണം, 10% പ്രോഫിറ്റിൽ ലാഭത്തിന് വിറ്റ സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിക്കണം. ഓക്കെ, ഓൾസോ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 2 ഫാൻസ്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണല്ലോ, CP ആണല്ലോ എന്ത് വരിക, 1200 എന്ന് വരിക അല്ലേ. ഓവറോൾ CP ഓഫ് ഈച്ച് ഫാൻ, ഓവറോൾ CP ഓഫ് ഈച്ച് ഫാൻ നമുക്ക് 1200 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 1 ഈസ് സോൾഡ് അറ്റ് ലോസ് 5%. അതിലൊന്ന് എന്ത് ചെയ്തത് 5% നഷ്ടത്തിനാണ് വിറ്റത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് 100 വെച്ച് പറയാം. 100 ഔട്ട് ഓഫ് 100 വെച്ച് നമുക്ക് ഈ ഒരു ലോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ CP 100 ആണെങ്കിൽ CP നോക്കിക്കോളൂ, നമ്മൾ ഈ വേ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. CP സപ്പോസ് 100 റുപ്പി ആണെങ്കിൽ നമ്മളിപ്പോൾ 5% നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ SP എന്താവും ഇവിടെ 95 ആയിരിക്കില്ലേ. SP 95 റുപ്പി ആയിരിക്കില്ലേ. 5% നഷ്ടത്തിലാണെങ്കിൽ 95 ആയിരിക്കില്ലേ. 100 റുപ്പിയാണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അവിടെ 5% നഷ്ടമാണെങ്കിൽ 95 റുപ്പി ആയിരിക്കും SP. ഇനി CP 1200 ആണെങ്കിൽ SP നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? യെസ്, $95/100 into 1200. മനസ്സിലായോ? 100 ആവുമ്പോൾ 95 ആണ്. അപ്പോൾ 1200 ആവുമ്പോൾ 95/100. ഓക്കെ, 95/100 into when CP is 1200, then SP equal to 95/100 into 1200. That is equal to 1140. ഓക്കെ, ക്ലിയർ ആയല്ലോ? 100 റുപ്പി ആവുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 5% ലോസ് ആണെങ്കിൽ 95, കാരണം 100 നിന്ന് 5 പോകുമ്പോൾ നമ്മൾ 95. ഓക്കെ, 100 റുപ്പി ആകുമ്പോൾ 95. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CP 1200 ആകുമ്പോൾ SP equal to 95/100 into 1200. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ CP 5% ലോസിലുള്ള SP നമുക്ക് കിട്ടി. എന്താണ്? 1140 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് പ്രോഫിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ആകുമ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് കാണാം. അപ്പോൾ ഈ ലോസിലുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കിട്ടിയത്. എന്താണ്? 1140 ആണല്ലോ. ഇനി നമുക്ക് SP2 കാണണം. മീൻസ് 10% പ്രോഫിറ്റ് ആകുമ്പോൾ
അപ്പോൾ നമുക്ക് 100 വെച്ച് തന്നെ പറയാമാണെങ്കിലും 100 വെച്ച് പറയുമ്പോൾ ഇപ്പോൾ 100 റുപ്പിയിൽ 100 റുപ്പി കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുമ്പോൾ 10% പ്രോഫിറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 10% പ്രോഫിറ്റ് 110 റുപ്പി സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ CP 1200 റുപ്പി ആകുമ്പോൾ 10% പ്രോഫിറ്റുള്ള സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 110/100 ഇൻറ്റു 1200. ഓക്കെ, എങ്ങനെ എഴുതുന്നത് മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു, അതായത് 10% പ്രോഫിറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, 1320. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് 5% ലോസ്, നഷ്ടത്തിൽ വിൽക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് 1140. 10% പ്രോഫിറ്റിലാകുമ്പോൾ 1320. അപ്പോൾ ഇവിടുന്ന് ടോട്ടൽ CP നമുക്ക് എന്ത് വരും? സോറി, SP എന്ത് വരും? അതായത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എന്താ വരിക? 1140 പ്ലസ് 1320. ഈ രണ്ട് സെല്ലിംഗ് പ്രൈസും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. 5% ലോസിലും 10% പ്രോഫിറ്റിലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസുകൾ നമുക്ക് കിട്ടുക. ഓക്കെ, എന്താ വരുന്നത്? 2460. അപ്പോൾ ആദ്യത്തെ രണ്ടിനും കൂടി എത്ര ആയിട്ടുണ്ടാവുക? ടോട്ടൽ CP, ആദ്യത്തേൽ ടോട്ടൽ CP എന്താ വരുന്നത്? 2400 അല്ലേ? മീനു ബോട്ട് 2 fans for 1200 ഈച്ച്. ഓരോന്നിനും 1200 അല്ലേ? അപ്പോൾ അവിടുത്തെ CP എന്ന് പറഞ്ഞാൽ ടോട്ടൽ CP എത്ര വരും? 1200 പ്ലസ് 1200 is equal to 2400. ഓക്കെ, ടോട്ടൽ CP എന്താ വരിക? ടോട്ടൽ CP 2400. ടോട്ടൽ SP 2460. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗെയിൻ ആണോ ലോസ് ആണോ? SP ഗ്രേറ്റർ ദാൻ CP അല്ലേ? SP ഗ്രേറ്റർ ദാൻ CP ആയതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? പ്രോഫിറ്റ് എന്താ കാണുക? SP മൈനസ് CP. That is equal to 60. Correct. It is equal to 60. Okay. Then next, page number 124. Sale tax or value added tax. What is sale tax? അല്ലെങ്കിൽ value added tax. സെയിൽ ടാക്സ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴേ നമ്മൾ ഗവൺമെൻറ്റിന് ഒരു വാല്യൂ കൊടുക്കണം. ഗവൺമെൻറ്റിന് അതിലുള്ള ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്? സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കടക്കാരനായാലും നമ്മളായാലും നമ്മളിലൂടെയും കടക്കാരനിലൂടെയും ഗവൺമെൻറ്റിലേക്ക് ഒരു തുക നമ്മൾ കൈമാറുന്നു. അതിനാണ് നമ്മൾ എന്താ പറയുക? സെയിൽ ടാക്സ് എന്ന് പറയാം. Okay, the sale tax is charged by the government on the sale of an item. It is collected by the shopkeeper from the customer and given to the government. എന്ത് ചെയ്യും? ഷോപ്പ്കീപ്പർ കസ്റ്റമറിന് കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അത് കസ്റ്റമറിലൂടെ ഷോപ്പ്കീപ്പർക്ക് എത്തും, ഷോപ്പ്കീപ്പറിലൂടെ ഗവൺമെന്റിലേക്ക് പോകും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ നമ്മൾ അതിന് പറയാം വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയും. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാം. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അത് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലംസ് ചെയ്യാം, 2 പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, യെസ്. ഫസ്റ്റ് എന്താണ്? എക്സാമ്പിൾ 8 നോക്കൂ. ഫൈൻഡിങ് സെയിൽ ടാക്സ്. ഓക്കെ, ദി കോസ്റ്റ് ഓഫ് എ പെയർ ഓഫ് റോളർ സ്കെയിൽ ഓഫ് എ ഷോപ്പ് വാസ് 450 rupee. Okay. The sale tax charged was 5%.
Sale tax charged was 5%. Find the bill amount. Find the bill amount. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വാറ്റ് വരുന്നുണ്ട്, വാല്യൂ ആഡഡ് ടാക്സ് 5% നമ്മൾ അടക്കണം. കോസ്റ്റ് എത്ര വരുന്നത്? ദി കോസ്റ്റ് ഓഫ് എ പെയർ ഓർ റോളർ സ്കേറ്റ് വരുന്നത് $450. That is okay. അപ്പോൾ the cost of pair or roller skates shop was $450. The sale tax charger was 5%. Find the bill amount. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. ബിൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും കോസ്റ്റ് വരുന്നത് അതാണ് 450 ആണ്. ബട്ട് 5% എന്ത് ചെയ്യണം? വാല്യൂ ബാക്കിലേക്ക് കൊടുക്കണം. ഓക്കെ. ഇപ്പം നമുക്ക് 100 റുപ്പി ആണെങ്കിൽ 5% നമുക്ക് വാല്യൂ ആഡ് ടാക്സ് ആയിട്ട് വരുമ്പോൾ 100 റുപ്പിയിലാവുമ്പോൾ ടാക്സ് പെയ്ഡ് വാസ് 5 റുപ്പി അല്ലേ? 5% ആയതുകൊണ്ട് 100ന്റെ 5% നമുക്കറിയാം 5 റുപ്പി. എങ്ങനെയെന്ന് നോക്കിക്കോളൂ. ഇപ്പം സപ്പോസ് 100 റുപ്പി ആണെങ്കിൽ, കോസ്റ്റ് പ്രൈസ് 100 റുപ്പി ആണെങ്കിൽ വാല്യൂ ആഡ് ടാക്സ് 5% ആയതുകൊണ്ട് 5 റുപ്പി ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് 450 ആണെങ്കിൽ വാറ്റ് എന്തായിരിക്കും? അപ്പോൾ 5% ഓഫ് ദിസ് നമുക്ക് എങ്ങനെ പറയാം? 5/100 ഇൻറ്റു 450. 5/100 ഇൻറ്റു 450. മനസ്സിലായല്ലോ? 100 റുപ്പി ആകുമ്പോൾ 5% ആണ് വാല്യൂ ആഡഡ് ടാക്സ് വരുന്നത്. അപ്പോൾ 5 റുപ്പി ആയിരിക്കും. അപ്പോൾ 450 ആകുമ്പോൾ വാറ്റ് എന്തായിരിക്കും? 5/100 ഇൻറ്റു 450. ഓക്കെ. അത് നമുക്ക് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? 22.50 റുപ്പി. 22.50 റുപ്പി. ഇപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് എത്ര വരുന്നത്? 22.50 റുപ്പി. അപ്പോൾ നമുക്ക് ബിൽ എമൗണ്ട് എന്തായിരിക്കും വരിക? ബിൽ എമൗണ്ട് മീൻസ് ഈ ഇതിനോട് കൂടി എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. 22.50 ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ടുള്ള 22.50 ആഡ് ചെയ്യണം. 22.50 എങ്ങനെ വരുന്നത്? 450യുടെ 5%. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്തു. ഫൈനൽ ആൻസർ 472.50 റുപ്പി. നെക്സ്റ്റ് നോക്കൂ, എക്സാമ്പിൾ 9. അത് നമുക്ക് വാറ്റ് കണ്ടുപിടിക്കാനാണ്. വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ആഡഡ് ടാക്സ് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Wahida bought an air cooler for 300 rupee, including a tax of 10%. Find the price of the air cooler before VAT was added. Before VAT was added. Okay. അപ്പോൾ നമുക്ക് വഹീദ എയർ കൂളർ വാങ്ങി, ബില്ല് കൊടുത്തു. ആ ബില്ലിൽ എന്താണ് ചെയ്തിരുന്നത്? വാല്യൂ ആഡഡ് ടാക്സും പിന്നെ അതിൻ്റെ പ്രൈസും കൂടി കൂട്ടിയിട്ടാണ് വഹീദ ബില്ല് കൊടുത്തത്. എത്രയായി? 3,300 റുപ്പി. ഓക്കെ. ഇൻക്ലൂഡിങ് ടാക്സ് 10% ആയിരുന്നു ടാക്സ് കൊടുത്തത് കേട്ടോ. 10% ആണ് ടാക്സ് കൊടുത്തത്. ഓക്കെ. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദി എയർ കൂളർ ബിഫോർ വാറ്റ് ആഡഡ്. അപ്പോൾ വാറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നിലുള്ള പ്രൈസ്, ശരിക്കും എയർ കൂളറിൻ്റെ പ്രൈസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ 100ൽ തന്നെ വെച്ച് നോക്കാം അല്ലേ? ഇപ്പോൾ 100 റുപ്പി ആണെങ്കിൽ 10% വരുമ്പോൾ 100 റുപ്പി 10% VAT means if price without VAT is 100 rupee. ഇപ്പോൾ പ്രൈസ് വിത്തൗട്ട് വാറ്റ്
നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് ചെയ്യുന്നതിന് മുന്നുള്ള പ്രൈസ് 100 ആണെങ്കിൽ അപ്പോൾ 10% ഇൻക്ലൂഡ് ആയിട്ട് ടാക്സും കൂടി വന്നിട്ടുള്ള പ്രൈസ് എന്തായിരിക്കും? അപ്പോൾ 1 ടൺ, 10% അല്ലേ, അപ്പോൾ 1 ടൺ. അതായത് ഇപ്പോൾ സപ്പോസ് വാല്യൂ ആഡ് ചെയ്യുന്ന മുന്നുള്ള പ്രൈസ് 100 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയായി 10% വാല്യൂ ആഡ് ടാക്സ് കൂടി വരുമ്പോഴുള്ള എമൗണ്ട് എന്തായിട്ട് മാറി? 1 ടൺ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുക, വാല്യൂ ആഡ് ടാക്സ്, യെസ്, വാല്യൂ ആഡ് ടാക്സ് ചെയ്യുന്നതിന് മുന്നുള്ള റുപ്പി എന്തായിരുന്നു വിചാരിക്കുക നമുക്ക് ഇവിടെ? പ്രൈസ് ഇൻക്ലൂഡിങ് ടാക്സ് നമുക്ക് 3300 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള എന്തായിരിക്കും? വാല്യൂ ആഡ് ടാക്സ്, ബാറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള പ്രൈസ് എത്രയായിരിക്കും? 100 by 100 by 1 ton into 3300. എങ്ങനെ ഇത് ചെയ്തത് മീൻസ്, ഇപ്പൊ ഇവിടെ നോക്കൂ, ഇതിപ്പോ സപ്പോസ് വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് 10% വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് 1 ടൺ ആണെങ്കിൽ നമുക്കറിയാം ശരിക്കുള്ള പ്രൈസ് എത്ര ആയിരിക്കും? വാല്യൂ ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള, വാറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള പ്രൈസ് 100 ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ അതേപോലെ തന്നെ 3300 എന്നുള്ളത് വാറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ളത് 3300. അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ട് 3300 എങ്ങനെ നമ്മൾ കാണും? 3300 into 100 by 1 ton. ക്ലിയർ? ദെൻ അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ആൻസർ വരിക? യെസ്, അപ്പോൾ 30, 100, 3000. അപ്പം എന്താ വരുന്നത്? 3000. ഓക്കെ, അപ്പം എങ്ങനെ ഒന്നുകൂടി പറയാം, ഈ ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നോക്കുക, നമ്മൾ 100 വെച്ചാണ് പറയുന്നത്. 100 വെച്ചിട്ട് ആ ഒരു മെത്തേഡിലൂടെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 100 ഇവിടെ നോക്കൂ, 100 റുപ്പി ആകുമ്പോൾ ഇതിപ്പോൾ 100 റുപ്പി എന്നുള്ളത് വാല്യൂ ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള എമൗണ്ട് ആണ് 100 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10% വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും? 1 ടൺ ആയിരിക്കും അല്ലേ? വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം 1 ടൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം 3300 ആണെങ്കിൽ വാല്യൂ ആഡ് ചെയ്തതിന് മുന്നുള്ളത് ഏതായിരിക്കും? മുന്നുള്ളത് 100 by 1 ton into 3300. 100 by 1 ton into, കണ്ടോ, ഇത് 100 എന്നുള്ളത് വാല്യൂ ആഡ് ചെയ്തതിന് മുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, 100 by 1 ton into 3300. 3300ന്റെ 100 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ? 100 by 1 ton കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? ഇവിടെ ന്യൂമറേറ്ററിൽ 100 വരാൻ കാരണം എന്താണ്? ഇവിടെ ന്യൂമറേറ്ററിൽ 100 വരാൻ കാരണം വാല്യൂ ആഡ് ചെയ്തതിന് മുന്നുള്ള പ്രൈസാണ് കണ്ടുപിടിക്കുന്നത്. 3300ന്റെ വാല്യൂ ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. 3300 എന്നുള്ളത് വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പം അതിന് മുന്നുള്ളത് കാണാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 100ൽ പറഞ്ഞപ്പോൾ മുന്നുള്ളത് 100 ആണ് അല്ലേ? 1 ടൺ ആണ് വാല്യൂ ആഡ് ചെയ്തതിന് ശേഷമുള്ളത്. അപ്പോൾ മുന്നുള്ളത് കാണാൻ 100 by 1 ton into 3300. ഓക്കെ, നമുക്ക് 3000 കിട്ടും. യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സസൈസ് 8.2 മാർക്ക് ചെയ്യുക. പേജ് നമ്പർ 125 മാർക്ക് ചെയ്യോളാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3, 6 and 9 ton. Okay,
നെക്സ്റ്റ് നമുക്കൊരു ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ബിഫോർ നമ്മൾ ഏർലിയർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓക്കെ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എപ്പോഴാണ് വരുന്നത്? നമ്മളിപ്പോൾ ബാങ്കിൽ ഓക്കെ അല്ലേ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇൻട്രസ്റ്റ് ഈസ് ദ എക്സ്ട്രാ മണി പെയ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക്സ് ഓർ പോസ്റ്റ് ഓഫീസ് ഓൺ മണി ഡെപ്പോസിറ്റ് കെപ്റ്റ് വിത്ത് ദം. ഇത് നമ്മൾ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എന്നുള്ള ആ ഒരു ഫാക്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ പെയ്ഡ് ബൈ പീപ്പിൾ വെൻ ദേ ബോറോ മണി. അപ്പോൾ പണം നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ കടം എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും അല്ലേ? ആ കേസസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റിനെ മനസ്സിലാക്കാം. വി ഓൾറെഡി നോ ഹൗ ടു കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കണ്ടോ, നമുക്ക് ഓൾറെഡി അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ ഡെയിലി ലൈഫിലായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി എന്നുള്ളത് പ്രിൻസിപ്പൾ. നമ്മൾ കടം എടുക്കുന്ന തുക അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് ഫസ്റ്റിലി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയാം. പി ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് 10%, 9% ആകാം, 15% എക്സെട്ര. ടി എന്ന് പറഞ്ഞ ടൈം അല്ലേ, എത്ര മാസത്തേക്കാണ് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് നമ്മൾ കടം എടുക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ടി ഡിവൈഡ് ബൈ 100. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡ് ബൈ 100. 7th ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് പ്രോബ്ലംസ് ഇത് ബേസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾ 10 ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പേജ് നമ്പർ 126 എക്സാമ്പിൾ 10 ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. യെസ്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. What is compound interest? The interest paid or charged is never simple. The interest is calculated on the amount of the previous year. This is known as interest compound or compound interest. ഇപ്പോൾ നമ്മൾ 5 വർഷത്തേക്ക് ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ആ ബാങ്ക് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5 വർഷത്തേക്ക് ഒരേ ഇൻട്രസ്റ്റ് തന്നെ. ഇൻട്രസ്റ്റ് ഒരിക്കലും മാറില്ല. നമ്മൾ എത്രയാണോ കടം എടുത്തത് അതിനൊരു 50% നമ്മൾ ഓരോ വർഷം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ബട്ട് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓരോ വർഷവും ഇൻട്രസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറും. മനസ്സിലാവും? അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആ ഫാക്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എന്താണ്? ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ ചാർജ്ഡ് ഈസ് നെവർ സിമ്പിൾ. ദി ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. നമ്മളെ പ്രീവിയസ് ഇയറിലെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. മനസ്സിലായല്ലോ? ദിസ് ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ. ബട്ട് ഈ എമൗണ്ട് എന്താണ്? ഈ എമൗണ്ട് എങ്ങനെ കിട്ടും? പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താവാം ചില കേസിൽ കടം എടുക്കുന്നതോ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ. ബട്ട് ഈ എമൗണ്ട് എങ്ങനെ കാണും? എമൗണ്ട് കാണാൻ ഇക്വേഷനാണ് P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഓൾ റേസ് ടു N. N എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടൈം പീരിയഡ്സ്. ഓക്കെ. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ബാങ്ക് 10%, 2%, 3% ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് തരില്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ. അപ്പോൾ എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്യണം? P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 റേസ് ടു N. എന്നിട്ട് ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? യാ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 11 പേജ് നമ്പർ 129. പേജ് നമ്പർ 129. പേജ് നമ്പർ 129. എക്സാമ്പിൾ നോക്കൂ. Find CI
CI on 12,600 rupee. 12,600 rupee for 2 years. 2 years at 10% per annum compounded. 10% per annum compounded. Find compound interest ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന P ആണ് ഇത്. ഓക്കെ, പ്രിൻസിപ്പൽ. T ആണ് 2, R ആണ് 10. എന്താണ് ഈ പെർ ആനുവം കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാല്? പെർ ആനുവം കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാല് ഈ 10% പെർ ആനുവം കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാല് 10% എന്താ ചെയ്യണത്? കോമ്പൗണ്ട് ആയിട്ടാണ്, ഓരോ വർഷത്തിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായിട്ടാണ് ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഫാക്റ്റും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? എമൗണ്ട് മൈനസ് പി അല്ലേ. ഇപ്പോൾ പി ഉണ്ട്, ഒക്കെ ഉണ്ട്, ബട്ട് ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. പി ഇൻറ്റു 1 + R/100 റേസ് ടു n. അപ്പോൾ ഇവിടെ പി എന്താണ്? 12,600. 1 + R 10 divided by 10/100 all raised to n 2. ഇനി നമുക്കിത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? എമൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, $12,600 1 × 100 100 100 + 10 100 ton divided by 100 all raised to 2. 12,600 0 cancel by 11/10 whole square. അപ്പോൾ 11/10 whole square means 11/10 into 11/10. That is equal to 11 into 11 all divided by 10 into 10 100. It is 0 2 0 cancel. Then 126 into 11 into 11. Answer നമുക്ക് എന്ത് വരും? 15246. 15246. നമുക്ക് ആൻസർ 15246. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചൂടെ? ഇതൊക്കെ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് പി എന്നല്ലേ. എമൗണ്ട് 15246, പ്രിൻസിപ്പൽ 12,600. ഇതിന് സബ്ട്രാക്ട് ചെയ്യൂ, എന്നിട്ട് ആൻസർ എഴുതുക. ഓക്കെ, then mark your homework. Page number 125, exercise 8.2. Question number 7 as your homework. See you next class. Thank you.